ലാലേട്ടൻ ശബരിമലയിലടക്കം പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു. അതൊക്കെ മലയാളികൾ കണ്ടത് നിങ്ങൾ രണ്ടാളും തമ്മിലൊരു സ്നേഹത്തിനെയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രണ്ടുപേര്, അല്ലെങ്കിൽ അത്രമാത്രം അടുപ്പമുള്ള രണ്ടുപേര് എങ്ങനെയായിരിക്കണം ഞങ്ങളെ കാണിച്ചു തന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞു ലാലേട്ടന് കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? അപ്പം അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം. അല്ലേ, ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി. അതിൻ്റെ ഒന്നും കാര്യമില്ല. അങ്ങനെ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനോ ചിന്തിക്കാനോ ഒക്കെ അതിൽ റിലീജിയനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു കഥാപാത്രം നമ്മുടെ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ നോക്കിയാണ് അഭിനയിക്കുന്നത്, ഒന്നുമല്ലല്ലോ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഒരു സംശയം ആയിരുന്നു, അതെന്നൊക്കെ അത് മാറി, ഒരു കാർമേഹം മാറിയ പോലെ വളരെ സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടതും. അദ്ദേഹം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഒരു FB പോസ്റ്റ് ഇട്ടു, അതിലൊന്നും പറയുന്നില്ല, ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ്, അതിലെല്ലാം ഉണ്ട് അല്ലേ ലാലേട്ടാ? വളരെ സന്തോഷം. ഈശ്വരനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ടതിൽ ഞാനല്ല, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ശക്തിയുണ്ട്. ആ ശക്തി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്ന വേറെ വലിയൊരു ഡോക്ടർ മുകളിലുണ്ട്. ആ ഡോക്ടറുടെ ഡിസിഷനാണ്. തീർച്ചയായും. Watch my video. Thank you for watching.